നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സ്കൂളുകളും സമയമാറ്റവും പാദപൂജയും ഒക്കെയായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതലായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത് തന്നെയാണ് മാധ്യമങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നതാണ് സമയമാറ്റം. സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം മത സംഘടനകൾ വ്യാപകമായി അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് ശരിയല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു. പക്ഷേ അവരുടെ സമ്മർദ്ദം കൂടി വരികയാണ്. സമസ്തയടക്കമുള്ള മുസ്ലിം മത സംഘടനകൾ കോഴിക്കോട് സമരപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ്. മറുഭാഗത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ പാദപൂജ നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പാദപൂജ നല്ലതാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നമ്മുടെ ഗവർണർ അടക്കം പറയുന്നു. പക്ഷേ ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മുടെ മന്ത്രിമാരും SFIയും AESFും അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പാദപൂജയ്ക്ക് എതിരായി അവർ പ്രതിഷേധങ്ങളുമായി തെരുവിലുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് തുടരുന്നത്. അതേസമയമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മതാചാര ചടങ്ങുകൾ സ്കൂളുകളിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പൊതു മാനദണ്ഡം പുറത്തിറക്കാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉടനെ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മതപരമായ പല ചടങ്ങുകളും നമ്മുടെ സ്കൂളുകളിൽ നടക്കാറുണ്ട്. അത് സ്കൂളിലെ പ്രാർത്ഥന മുതൽ മറ്റു ചില ചടങ്ങുകളൊക്കെ തന്നെ മതപരമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല, ഒരു ഹിന്ദു വിഭാഗം നടത്തുന്ന സ്കൂളാണെങ്കിൽ ആ തരത്തിൽ അവരുടെ വിശ്വാസവും മറ്റും കൊണ്ടുവരാറുണ്ട്. മറുഭാഗത്ത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ അവരുടെ വിശ്വാസം മുസ്ലിം മത വിശ്വാസികൾ നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ ആ രീതിയിലുള്ള ചടങ്ങുകളും ഒക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ ആരോപിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അവധി കൊടുക്കുന്ന സ്കൂളുകളിലെ അതെങ്ങനെ ശരിയാവും എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. മാത്രമല്ല, വെള്ളിയാഴ്ചകളിൽ പൊതുവിദ്യാലയങ്ങളിൽ 2 മണിക്കൂർ ഇന്റർവെൽ സമയം കൊടുക്കാറുണ്ട്. നമുക്കറിയാം, വെള്ളിയാഴ്ചകളിൽ ഇന്റർവെൽ സമയം പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മുസ്ലിം മത വിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട നമസ്കാര സമയമാണ്. ആ സമയങ്ങളിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു സമയം, ഇന്റർവെൽ സമയം അവർക്ക് നൽകുന്നത്. അതെങ്ങനെ ശരിയാവും എന്നാണ് ചില സംഘടനകൾ ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. അതായത് വിദ്യാഭ്യാസ രംഗത്ത് മത സാമുദായിക സംഘടനകൾ ഇടപെട്ട് കുളമാക്കുന്ന തരത്തിൽ, അതായത് വളരെ കലുഷിതമായ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറ്റുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സർക്കാരിൻ്റെ ചില നിലപാടുകളും ഇങ്ങനെ പോകുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ ചോദിക്കുമ്പോൾ അത് ന്യായമല്ലേ, ഇത് ന്യായമല്ലേ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സമസ്ത ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ നിലപാട് മാറ്റുന്ന വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഇവിടെയുള്ളത് എന്ന് BJP അടക്കം ആരോപിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ വെള്ളിയാഴ്ചയിലെ അവധിയും നിസ്കാര സമയവും ഒക്കെ എടുത്തു ഇത്തരത്തിൽ ഹിന്ദു ഐക്യവേദി പോലുള്ള BJP പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലാണ് സംശയം ഉയരുന്നത്. അതോടൊപ്പം ഇത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് എങ്ങനെ വന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവൃത്തി ദിനങ്ങൾ കുറവാണ് എന്നറിഞ്ഞുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ സമയമാറ്റം ആവശ്യപ്പെട്ടത്. എന്നാൽ അതിൽ മതവും സാമുദായിക സംഘടനകളൊക്കെ ഇടപെട്ട് ആകെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം കുളമാക്കി എന്ന് പറയുന്നതാവും ശരി.